ഇന്ന് ചെലവാശിയുടെ ദിവസാ പൊളിക്കണം നമുക്കെന്ന്. എന്റെ വീട്ടിൽ എന്തുവാടാ, ഒരു 100 കൂട്ട് ആവശ്യം കിടക്കുക. കടവും കടത്തിന് മേളിൽ കടവും. പിന്നെ കൊച്ചിനെ എങ്ങനെ വിടുമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇന്നൊരു കാര്യം ചെയ്യ്, എന്റെ ഈ ആഴ്ചത്തെ പൈസ ചേട്ടൻ എടുത്തോ. എനിക്കും കടങ്ങളും കാര്യങ്ങളൊക്കെയാ, എന്നാലും ചേട്ടന്റെ കാര്യങ്ങൾ നടക്കുമല്ലോ. എനിക്ക് അടുത്ത ആഴ്ചയുള്ള പൈസക്ക് ആവശ്യം. എടാ ഞാനേ ഇത് നിന്നോട് എങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കും. നിനക്ക് ഒരുപാട് കടമൊക്കെ ഉള്ളതായിരിക്കും. എന്നോട് അതിന്റെ ആവശ്യം ഉണ്ടോ ചേട്ടാ? നിങ്ങളെ കൺട്രാക്ട് എവിടെ? ആ കണ്ടാക്കെ വരുന്നു. ഇത് ആര് കഴിവിടെ? ഞാൻ വീട്ടുകാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞേനെ. പണ്ട് ഇതിന്റെ കൂട്ട് ചോദിച്ചോണ്ട് മണ്ടേന്ന് ഇറങ്ങിയതാ. ഇപ്പോഴും ആ ചട്ടുകാലം മാറിയിട്ടില്ല. ഈ പിള്ളേരേട്ടാ ഇങ്ങോട്ട് വരെ പോവാ? നിങ്ങളുടെ ആരെങ്കിലും ആണോ? സാറേ, ഞങ്ങളുടെ അമ്മ വയ്യാതെ കിടക്കുക. ഞങ്ങൾക്ക് 1000 രൂപ കടം തരാവോ? 2 ദിവസം കഴിയുമ്പോ അച്ഛൻ വരും, അപ്പൊ തിരിച്ചു തരാം. ഇവിടെ പൈസയൊന്നുമില്ല. ജോലിക്കാർക്ക് കൊടുക്കാൻ തന്നെ കഷ്ടപ്പെടും. അതിന്റെ ഇടയ്ക്ക് കടവും ചോദിച്ചോണ്ട് വന്നേക്കും. കണ്ടാക്കെ നിങ്ങളുടെ കൂലി മേടിച്ചോണ്ടോ? ഇവിടെ ഒന്നുമില്ല, പോകോ. മക്കളെ അവിടെ നിന്നേ. നിങ്ങളെ പൈസ അയാളുടെ കൂടെ കൊടുത്തേക്കണേ. മക്കളെ പെട്ടെന്ന് പോയി അമ്മയ്ക്ക് മരുന്ന് മേടിച്ചേ ചെല്ലേ. അങ്കിളെ, പൈസക്കൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്കിളിനെ അറിയത്തില്ലല്ലോ. മക്കളെ ഇതിന് പരിചയത്തിന്റെ ഒന്നും ആവശ്യമില്ലടി. കാര്യങ്ങൾ നടക്കട്ടെ, അമ്മയ്ക്ക് മരുന്ന് മേടിയേ. ഇവിടെ തന്റെ വീട്ടിൽ ആവശ്യങ്ങളൊന്നുമില്ലേ? കാലത്തിന് എന്റെ പണിക്ക് പോന്നേ. മനുഷ്യരായ ഇങ്ങനെയൊക്കെയാ സാറേ. മനസ്സിലേ ഇച്ചിരി മനുഷ്യത്വം വേണം. ഇതൊക്കെ ആരെവിടെ കൊണ്ടുപോവാൻ? എന്നാ മക്കളെ പെട്ടെന്ന് ചെല്ലേ, അമ്മയ്ക്ക് മരുന്ന് മേടിച്ചോ.